അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ ആരാണ് എൻ്റെ കുക്കീസൊക്കെ കഴിക്കുന്നതെന്നുള്ളത് കാണണ്ടേ. പോവാം നമുക്ക് അവരുടെ അടുത്തേക്ക്. നമുക്ക് വിളിക്കേ, കൊറോണ ആയിട്ടേ ഫുൾ കളിയാ. നോക്കാം നമുക്ക് കാണണ്ടേ അവരെ കളി. ഹായ്, ഞാൻ തസ്നിം അസീസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ മോർണിംഗ് വ്ളോഗ് കുറേ പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുക്കീസിൻ്റെ. ഇത് ശരിക്കും ഒരു ക്രിസ്മസ് കുക്കി ബോക്സ്, അസോർട്ടഡ് കുക്കീസാണ്. നമ്മൾ ആദ്യം ഒരു മാവ് ഉണ്ടാക്കുന്ന അത് വെച്ചിട്ട് പല തരത്തിലുള്ള പല ഫ്ലേവറിൽ ചെയ്യുന്ന കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് ചെയ്യുന്ന ഒരു കുക്കി ബോക്സാണ്. ഇതിലുണ്ടല്ലോ നമുക്ക് ഒരുപാട് കുക്കീസ് ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. ഒരുപാട് ഈ ഒരു മാവ് വെച്ചിട്ട് ഒരുപാട് കുക്കീസ് ചെയ്യാൻ പറ്റും. അസോർട്ടഡ് കുക്കി എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് പണ്ട് തൊട്ടേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുണ്ടാക്കുന്ന ഫുഡൊക്കെ ആരാണ് ഈ കഴിക്കാറില്ല? ഏഷ്യാനെറ്റിലുള്ള സമയത്തേ ചോദിക്കുന്നതാണ്, ആരാണ് അവിടെ ഫുഡ് കഴിക്കാറില്ല? ഇപ്പോൾ ഏഷ്യാനെറ്റിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ക്രൂ ഉണ്ട്. നിങ്ങളിപ്പോൾ എന്നെ മാത്രമാണ് കാണുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു 10-20 ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം പിന്നെ കുക്കറി ഷൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വേറെ ന്യൂസ് അല്ലെങ്കിൽ വേറെ പ്രോഗ്രാമിൻ്റെയൊക്കെ ഷൂട്ട് നടക്കുന്നുണ്ട്. അവരെല്ലാം വരും കേട്ടോ ഊണിൻ്റെ സമയത്ത്. എൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു നിഷ. അപ്പോൾ നിഷ നമ്മളിങ്ങനെ ചെയ്യുന്ന ഫുഡുകളെല്ലാം ഇങ്ങനെ ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആക്ച്വലി ഇത് ഞാനൊരു ദിവസം 10 എപ്പിസോഡ് 8-10 എപ്പിസോഡാണ് ഞങ്ങൾ ഒന്നിച്ച് ഷൂട്ട് ചെയ്യുക. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടാകും. പിന്നെ എല്ലാവരും വരും, ഉച്ചയാകുമ്പോഴേക്കും എല്ലാവരും വരും. പിന്നെ അവിടെയുള്ള ഫുഡും ഉണ്ട് കേട്ടോ, ലഞ്ച് എല്ലാവർക്കും ഉള്ളതല്ല. അപ്പോൾ അതും ഇതും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കാറുള്ളത്. അവിടെ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. അതേപോലെ ഇപ്പോൾ ഞാൻ ഫ്ലാറ്റിൽ ചെയ്യുമ്പോൾ എനിക്ക് ആരാണ് എൻ്റെ കുക്കീസൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളത്, ആരാണ് കഴിക്കുക അല്ലേ ആരൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. അതേം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ കോഴ്സ്, ക്രിസ്മസ് കുക്കി ബോക്സ്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇതുപോലെ കുക്കി ബോക്സ് ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. കുക്കീസിൻ്റെ ക്ലാസ്സിൽ 3ാമത്തതാണ്. അതായത് ഒരു ബേസിക് കുക്കി ക്ലാസ് ഉണ്ട്, അതേപോലെ പിന്നെ ഒരു അഡ്വാൻസ്ഡ് ക്ലാസ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് കുക്കി ബോക്സ്. ഇത് പലതരം ഫ്ലേവറിലുള്ള പലതരം ഒരു ഇതിൽ തന്നെ വരുന്നതാണ്. ഇതിപ്പോൾ സാധാരണ നമുക്കൊരു ചോക്ലേറ്റ് കുക്കി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് കുക്കി മാത്രമേ ഇന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല, ഒരു മാവ് ഉണ്ടാക്കിയിട്ട് അതിനെ പല രീതിയിൽ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ബട്ടർ കുക്കീസ് നമ്മളിങ്ങനെ പൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലത് കട്ട് ചെയ്തെടുക്കുന്നതാണ്, ചിലത് ഷേപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള കുക്കി ഒരു മാവ് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ കുക്കി ക്ലാസ്സിന് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. ഇതിപ്പോൾ അരുണ ബാംഗ്ലൂർ, ഫാത്തിമ ബി, എൻസിൻ ദുബായ് ഇവരൊക്കെ ചെയ്ത ചോക്ലേറ്റ്സ് ആണ്. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവരും ബിസിനസ് അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഈ ബേസിക് ബട്ടർ കുക്കി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 375 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ, ഒരു കപ്പ് പഞ്ചസാര എടുക്കുക, എന്നിട്ട് അത് പൊടിച്ചെടുക്കുക. അല്ലാതെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും അല്ല, ഒരു കപ്പ് പഞ്ചസാര നേരിട്ട് ചേർക്കല്ല. ഒരു കപ്പ് പഞ്ചസാര ലെവൽ ചെയ്തിട്ട് എടുത്തിട്ട് അത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അത് പൊടിച്ച് കഴിയുമ്പോഴേക്കും ഒരു 1.25 കപ്പിലധികം വരും കേട്ടോ. രണ്ട് മുട്ടയുടെ വെള്ളം, കാൽ ടീസ്പൂണിന്റെ പകുതി ഉപ്പ്, 1.5 ടീസ്പൂൺ വാനില എസൻസ്. ഇതിലേക്ക് 3/4 കപ്പ് മൈദ,
ഈ ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇനിയിപ്പോൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ഇത് ബട്ടർ കുക്കീസിൻ്റെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ പൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യണത്. ഈ മാവ് വെച്ച് നമ്മൾ ലിൻസർ കുക്കീസ് ചെയ്യേണ്ടത്. ലിൻസർ കുക്കീസ് ചെയ്യുമ്പോൾ അതിൽ ആൽമണ്ട് ഫ്ലോർ, മൈദ, ആൽമണ്ട് എസെൻസ്, ജാം അങ്ങനെ പലതും വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ജിഞ്ചർ ബ്രെഡ് മാൻ ആണ്. ജിഞ്ചർ ബ്രെഡ് മാൻ കുക്കി ചെയ്യുമ്പോൾ അതിൽ ജിഞ്ചർ പൗഡർ ചേർക്കണം, സിന്നമോൺ പൗഡർ ചേർക്കണം, കൊക്കോ പൗഡർ, മൈദ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്. പിന്നെ ഷുഗർ കുക്കി, ഹോളിഡേ കുക്കീസ് എന്ന് പറയാം. അതിൽ നമ്മൾ ചേർക്കുന്ന മൈദ, വാനില അങ്ങനെ പലതും വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചോക്ലേറ്റ് ഷുഗർ കുക്കീസ് വരുന്നുണ്ട്. അതിലും ഇതേപോലെ പല ഇൻഗ്രീഡിയൻസും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കുക്കിയും ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരു നോസിലാണ് ഉപയോഗിക്കുന്നത്. ഇതിന് 170 ഡിഗ്രി ടെമ്പറേച്ചർ പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ ബേക്ക് ചെയ്തെടുക്കാം. അടുത്തത് ലിൻസർ കുക്കീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹാർട്ട് ഷേപ്പിലുള്ള ലിൻസർ കുക്കീസ്, ബട്ടർഫ്ലൈ, റെഡ് കുക്കി, ബട്ടർ കുക്കീസ്, ജിഞ്ചർ മാൻ, മിനി മോസ്, ബോൺ. ഈ കുക്കീസ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഇതിന് ഐസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. ഇനി അല്ലെങ്കിൽ ഐസ് ചെയ്തിട്ടാണെങ്കിൽ കളിയാണ്, നല്ല കളിയാണ്. ഹായ് ബാബ. ഇവരാണ് എൻ്റെ കുട്ടികൾ. ഇവരാണ് നമ്മളെ കുക്കീസ് എല്ലാം കഴിക്കാനുള്ള റെഡി ആയിട്ടിരിക്കുകയാണ്. എപ്പോഴും കളിയാണ്. ഇപ്പൊ കൊറോണ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് വന്നിട്ട് നിങ്ങളോട് എന്തോ ചോദിക്കണേണ്ടല്ലോ. ഞാൻ മോളിൽ നോക്കുമ്പോൾ പോലീസ് വന്നിട്ട് ഇവരോട് ചോദിക്കണ്ടായിരുന്നു,
എന്താ ചോദിച്ചറിയോ? ആ മാസ്ക് ഇടുന്ന കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കളിക്കുന്ന 6:30 ആയിട്ടുണ്ട്, പഠിക്കാനില്ലേ? വൈകുന്നേരം ആയില്ലേ? പഠിക്കലെല്ലാം രാവിലെ കഴിഞ്ഞു, ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു. അതാണ് പാർട്ടീസ് കേട്ടാ. ക്യൂൻസിന്റെ എന്നാലും ബർത്ത്ഡേയും കൂടിയാണ്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം, അവരെടുക്കട്ടെ അല്ലേ ആദ്യം അല്ലേ? ഇത് നമ്മളെ സ്വീറ്റിയാണ്. ഇത് എപ്പോഴും കുഞ്ഞായപ്പോ തന്നെ നമ്മളെ കൂടെ ഉള്ളതാണ് കേട്ടാ. ഇവള് ഈ 2 ട്വിൻസ് ഉണ്ട്. ഇവർക്കൊരു ബ്രദറും കൂടി ഉണ്ട്, ട്വിൻ ബ്രദർ ഉണ്ട്. കൈവക്കിയ ഇവരെ നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല കേട്ടാ. എല്ലാവർക്കും ചാനലുണ്ട്, എല്ലാവരും യൂട്യൂബേഴ്സ് ആണ്. എല്ലാവർക്കും ഓരോന്നും ഉണ്ടായിരുന്നില്ലേ? എന്താ പറയണറിയോ? ഇപ്പൊ എല്ലാവർക്കും കൂടെ ഒറ്റ ചാനലേ ഉള്ളത്രേ. എന്താ ചാനലിന്റെ പേര്? ചാനലാത്രേ. അതെങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയാം. ഒലക്ക ചാനൽ സബ്സ്ക്രൈബ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ആദ്യം ഇവരെല്ലാം മിഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട്, മിഡ് ടൗൺ എന്നാണ് നമ്മുടെ ഫ്ലാറ്റിന്റെ പേര്. അപ്പൊ മിഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്ന് മാറിയിട്ട് എല്ലാവരും സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞില്ല, എല്ലാരും കൂടെ ഒന്നാക്കിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ, എങ്ങനെ നമുക്ക് ക്രിസ്മസ് ഒക്കെ തുടങ്ങായില്ലേ? കുക്കീസ് കഴിക്കും. ജിഞ്ചർ ബ്രെഡ് മാൻ ക്രിസ്മസ് കുക്കി ബോക്സിന്റെ ക്രിസ്മസ് കുക്കി ബോക്സ് ആണ്. അപ്പൊ ഇതിൽ ഇത്രയും അധികം കുക്കീസ് ഉണ്ടായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാണ്, നല്ല കുട്ടികളാണ്. സാധാരണ കുറേ കുട്ടികളൊക്കെ കൂടുമ്പോൾ ഇടയ്ക്ക് വഴക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ കുട്ടികൾ അങ്ങനെ യാതൊരു പ്രശ്നം ഇല്ല കേട്ടോ. ഇവർ മാത്രമല്ല, കുറച്ചും കൂടി ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് പല സമയത്താണല്ലോ, അതുകൊണ്ടാണ് എല്ലാവരും ഇല്ലാത്തത്. അല്ല